രാഹുൽ പണി തുടങ്ങിയോ? ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധി പണി തുടങ്ങി എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. കാരണം രാഹുൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന അലിഗേഷൻസ് അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇക്കാര്യത്തിൽ JPC അന്വേഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുൻപ് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണങ്ങൾ കണ്ടിട്ടുള്ളതാണ്, UPAയുടെ കാലത്തും കണ്ടിട്ടുള്ളതാണ്. അതിനായി JPC പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ JPCയുടെ മുന്നിൽ ഈ ആരോപണം ഉന്നയിച്ച ആൾ തന്നെ തെളിവ് നൽകേണ്ട ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചുകൊണ്ട് ഈ തെളിവ് ഈ ആരോപണം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ആരോപണത്തിൽ അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനം മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ IB റിപ്പോർട്ട്, അതായത് കാവൽ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി, സർക്കാർ രാജിവെച്ചിരിക്കുന്നു. കാവൽ പ്രധാനമന്ത്രിയായി നിൽക്കുന്ന നരേന്ദ്രമോദിയെക്കുറിച്ചും ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായെക്കുറിച്ചുമാണ്, ഒപ്പം നിർമ്മലാ സീതാരാമനെ കുറിച്ചുമാണ് പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ഇനി വരാൻ പോകുന്ന JPCയിൽ, ആ JPC എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും അംഗങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു JPC ആണ് വരിക. ആ JPCയിൽ ഈ IB റിപ്പോർട്ട് കോട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇന്റലിജൻസ് ബ്യൂറോയുടേതടക്കം തെളിവുകൾ പരിശോധിച്ചായിരിക്കും അതിൽ അന്വേഷണം മുന്നോട്ട് പോവുക. അപ്പോൾ 220 സീറ്റ്, ഇതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയ പോയിന്റ് 220 സീറ്റേ കിട്ടൂ എന്നുള്ള ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് മറച്ചു വെച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള കോടികളുടെ തട്ടിപ്പ്. ആ കോടികളുടെ തട്ടിപ്പ് നടത്താനായി പ്രധാനമന്ത്രി ഉപയോഗിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രചാരണത്തിൻ്റെ പറഞ്ഞ തീയതിയും പറഞ്ഞിട്ടുണ്ട്. മെയ് 19 അപ്പോൾ നരേന്ദ്രമോദിക്ക് 220 എന്നുള്ള IB റിപ്പോർട്ട് കിട്ടിയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. പിന്നെ ഈ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളിൽ ബിഗസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബിഗസ്റ്റ് സ്കാം നടക്കുകയാണെങ്കിൽ അതിൽ വരേണ്ട ഏത് രീതിയിലുള്ള ഒരു നിക്ഷേപമാണ് ഈ പറയുന്ന രീതിയിൽ ആണെങ്കിൽ, രാഹുൽ ഗാന്ധി പറയുന്നത് മുഴുവൻ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ട്രേഡേഴ്സിന് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് കൊടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് മൂലം അവർ നഷ്ടത്തിലായി, അവരുടെ ഈ സ്റ്റോക്കിൽ അവർ നിക്ഷേപിച്ച പണം മുഴുവൻ നഷ്ടമായി. ആ ഒരു നറേറ്റീവാണ് സെറ്റ് ചെയ്യാനായി ശ്രമിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും വലിയ ഒരു ആരോപണമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഗാംബ്ലിങ്ങിന്, ഒരു ചൂതാട്ടത്തിന് സമാനമായ ഒരു നീക്കമാണ് നടത്തിയതെങ്കിൽ അത് കൃത്യമായ അന്വേഷണം നടക്കണം എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പൊസിഷൻ എന്താണ്, എക്കണോമി എന്ന നിലയിൽ ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത് എന്നത് കൂടി നമ്മൾ പരിശോധിക്കണം. ഇന്ത്യ ഇപ്പോൾ ലോകത്തെ തന്നെ അഞ്ചാമത്തെ 5th ലാർജസ്റ്റ് എക്കണോമിയാണ്. അതിൽ നിന്ന് 3rd ടേമിലേക്ക് മോദി മാനിഫെസ്റ്റോയിലടക്കം പറഞ്ഞിരുന്നത് എന്താണ്, 3rd ലാർജസ്റ്റ് എക്കണോമിയായി നമ്മൾ മാറാൻ പോകുന്നു. നരേന്ദ്രമോദിയുടെ 3ാം ടേം എന്ന് പറയുന്നത് 3rd ലാർജസ്റ്റ് എക്കണോമിയിലേക്കുള്ള പോക്കാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇനി കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ എങ്ങനെയായിരുന്നു ഈ മ്യൂച്വൽ ഫണ്ട്സിന്റെ അതുപോലെ തന്നെ മാർക്കറ്റിന്റെ അവസ്ഥ എന്നത് കൂടി നമ്മൾ നോക്കണം. ഈ 10 വർഷത്തെ ഭരണത്തിനിടയിൽ മാർക്കറ്റ് ക്യാപ്പ് വന്ന് നിൽക്കുന്നത് $10 ട്രില്യൺ. അതായത് ഇന്ത്യയുടെ ഇക്വിറ്റി മാർക്കറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തെ തന്നെ 5 എക്കണോമീസിന്റെ, ഏറ്റവും വലിയ എക്കണോമീസിന്റെ മാർക്കറ്റ് ക്യാപ്പിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 4ാം തീയതി ജൂൺ 4 സംഭവിച്ചത് എന്താണ്, എങ്ങനെയാണ് സ്റ്റോക്സ് പെർഫോം ചെയ്തത് എന്നുള്ളത്, ജൂൺ 3 എങ്ങനെയാണ് പെർഫോം ചെയ്തത്, ജൂൺ 4 എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നത് എടുത്തു നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിലേക്ക് നയിക്കാവുന്ന ചില ഫാക്ടേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു JPC അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഈ അലിഗേഷൻ ഉന്നയിച്ചയാൾ ഈ 2 ദിവസത്തെയും കമ്പയർ ചെയ്തുകൊണ്ട് ഇതിന് മുന്നേ സംഭവിച്ച കാര്യത്തിന് തെളിവ് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായ കാര്യം. 4 വർഷത്തിനിടയിലെ 2020, 2024 ഈ 2 വർഷങ്ങൾ പ്രധാനമാണ്. 2020 അറിയാമല്ലോ, നമ്മൾ കോവിഡ് ലോക്ക്ഡൌണിലേക്ക് പോയത്. അതായത് ഇതിന് മുമ്പ് എപ്പോഴാണ് നടന്നതെന്ന് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ 2020 കോവിഡ് കാലത്താണ് ഇതിനു മുൻപ് ഇത്രയും വലിയൊരു ഡിപ്പിലേക്ക് നമ്മൾ പോയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2020 മാർച്ച് 23 മാർച്ച് 23 പ്രത്യേകത എന്താണ്, ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ദിവസം. ആ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം മാർച്ച് 23 തീയതിയാണ് സെൻസെക്സും നിഫ്റ്റിയും 13% ഡിക്ലൈൻ, ഇതിനേക്കാൾ വലിയ ഡിക്ലൈനിലേക്ക് പോയത് അന്നാണ്. സമാനമായ ഒരു ഡിക്ലൈനിലേക്ക് നമ്മുടെ ഓഹരി വിപണിയെ കൊണ്ടുചെന്നിട്ടതാണെങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കൃത്യമായി രാഹുൽ ഗാന്ധി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ തെളിവ് കൃത്യമാണെങ്കിൽ രാജ്യം മുഴുവൻ, അതായത് നമ്മുടെ കേരളത്തിലുമുള്ള നിക്ഷേപകർ, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ധാരാളം ആളുകൾ ഈ രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം മനസ്സിലേക്ക് എടുത്തുകൊണ്ട് ആ രീതിയിൽ നിക്ഷേപിക്കാൻ പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ 4 വർഷത്തെ ബിഗസ്റ്റ് സിംഗിൾ ഡേ ഫോൾ ഈ ജൂൺ 4 സംഭവിച്ചതിന് കാരണം ഈ രീതിയിലുള്ള റോങ് അഡ്വൈസ് ആണോ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഇനി പ്രൂവ് ചെയ്യേണ്ടത്. ഈ ജൂൺ 3 സാഹചര്യം നമ്മൾ ജൂൺ 3 നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 3 സ്റ്റോക്സിലെല്ലാം ഒരു ബുൾ റാലിയാണ്, അതായത് കുതിപ്പാണ്. രാവിലെ മുതൽ തന്നെ ഒരു കുതിപ്പാണ് ഈ സ്റ്റോക്സിലെല്ലാം നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഈ BSE എടുക്കുമ്പോൾ BSE
പകൽ മുഴുവൻ ഡേ ടൈം മുഴുവൻ നല്ല രീതിയിൽ ട്രേഡിംഗ് നടക്കുന്നു. എന്നിട്ട് അവസാനം ക്ലോസ് ചെയ്യുന്നത് 76,468.78 അതായത് നമ്മൾ 2020 ഏറ്റവും ഡിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ബിഗസ്റ്റ് ഗെയിൻ ആണ് സംഭവിച്ചത്. 3 വർഷത്തെ ഏറ്റവും വലിയ വളർച്ചയാണ് അന്നത്തെ ദിവസം ജൂൺ 3-ാം തീയതി, അതായത് റിസൾട്ട് വരുന്നതിന്റെ തലേനാൾ നമ്മൾ കാണുന്നത്. അത് നിഫ്റ്റിയിലും പ്രകടമാണ്. നിഫ്റ്റി 733.20 ഉയർന്നുകൊണ്ട് 23,263 ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും രണ്ടിലും സെൻസെക്സിലും നിഫ്റ്റിയിലും വലിയ രീതിയിൽ ഉയർച്ച കാണിക്കുന്ന വ്യാപാരമാണ് നടന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും ഉയർന്ന നിലയിൽ തന്നെയാണ്. ഇനി 4-ാം തീയതിയിലേക്ക് വരാം. 4-ാം തീയതിയിലേക്ക് വരുമ്പോൾ സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്ന എത്രയിലാണ്? 72,079 ഡേ ടൈമിലെ ട്രേഡിംഗിൽ. അതായത് ഡേ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരായിരിക്കും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുക? അത് ഇന്ത്യ മുന്നണിക്കും സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പല മണ്ഡലങ്ങളിലെയും വ്യതിയാനം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഈ മാർക്കറ്റ് കിടന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ്. അതൊരു ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ട്രേഡാണ് പകൽ സമയത്ത് ജൂൺ 4-ാം തീയതി നടന്നുകൊണ്ടിരുന്നത്. അതായത് പക്ഷേ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് ഈ 70,234 വരെ പോയിട്ട് 72,079 ജൂൺ 4-ാം തീയതി ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ആ ക്ലോസ് ചെയ്യുന്നത് 3 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ലോയിലാണോ എന്നുള്ളതിലാണ് അതിനകത്ത് ഏറ്റവും സ്ട്രൈക്കിംഗ് പോയിന്റ് കിടക്കുന്നത്. അല്ല എന്നുള്ളതാണ് ഉത്തരം. നമ്മളിതെടുത്ത് കൃത്യമായി അനലൈസ് ചെയ്താൽ മനസ്സിലാക്കും. 2 മാസത്തിനിടയിലെ ലോയിലേക്ക് മാത്രമാണ്. അതായത് കഴിഞ്ഞ 2 മാസത്തിന് മുൻപ് ഏപ്രിൽ മാസത്തിലുണ്ടായ ഡിപ്പിലേക്ക് മാത്രമാണ് ഇത് എത്തിയിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ഈ പറയുന്ന രീതിയിലുള്ള കോടികളുടെ നഷ്ടം എന്നുള്ളത് രാഹുൽ ഗാന്ധിയാണ് പറയേണ്ടത്. എന്തായാലും പീയൂഷ് ഗോയലാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് എന്താണ് മറുപടി എന്ന് ഞാൻ നോക്കുമ്പോൾ, BJPയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കൃത്യമായ ഒരു പ്രതികരണം പീയൂഷ് ഗോയലിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. പീയൂഷ് ഗോയൽ പറയുന്നത് ഒരു രാഷ്ട്രീയ മറുപടിയാണ്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിട്ടില്ല, അതുകൊണ്ട് നിക്ഷേപകരെ പറ്റിക്കുന്നതിനായി BJPക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തുന്നു. അങ്ങനെ ഒരു ഗൂഢാലോചനാ വാദമാണ്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അറിവോടെ ഒരു ഓഹരി തട്ടിപ്പ്, അതും എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഒരു ഫിഗർ വെച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് എന്നുള്ള ആരോപണത്തെ BJP ഇപ്പോൾ വിശദീകരിക്കുന്നത് ഒരു ഗൂഢാലോചന എന്ന രീതിയിലാണ്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട്സിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രയുണ്ട് എന്നത് കൂടി നോക്കണം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് UPA കാലത്ത് 21%. 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് 21% ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ്. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ NDA 1 and 2 ആ കാലത്ത് കഴിഞ്ഞ 10 വർഷത്തിലെ അത് 16% കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഫാക്ട്. ഇനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിക്ക് അവിടെയും പാളിയിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 67 ലക്ഷം കോടിയിൽ നിന്ന് NDA കാലത്ത് 415 ലക്ഷം കോടിയായി ഉയരുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് എന്നുള്ള വാദം നിൽക്കില്ല. മറിച്ച് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഓണർഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടിയിരിക്കുന്നത്. അത് രണ്ടിടത്തും BSE എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിഫ്റ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രണ്ടിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി നോക്കൂ, കേരളത്തിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, ഞാനടക്കം നിക്ഷേപിക്കുന്ന ആളാണ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് നിക്ഷേപത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വർധന കൂടി നമ്മൾ കാണണം. 2014 ശേഷം ആ വളർച്ച ഉണ്ടായിരിക്കുന്നത് 10 ലക്ഷം കോടിയിൽ നിന്ന് 56 ലക്ഷം കോടിയിലേക്കാണ്. അപ്പോൾ 10 lakh crores to 56 lakh crores എന്ന് പറയുമ്പോൾ ഒരു 5-fold ആണ്. 5 ഇരട്ടി വർധന അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും ചേർന്നുകൊണ്ട് ഒരു ഓഹരി കുംഭകോണം നടത്തിയെന്നുള്ള ആരോപണം അത് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ അവിശ്വസിക്കുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അതൊരു JPC അന്വേഷണത്തിലേക്ക് വരണം. അതിൽ രാഹുൽ ഗാന്ധി ഇത് പ്രൂവ് ചെയ്യുകയും വേണം. അല്ലാത്ത പക്ഷം ഏറ്റവും വലിയ ഒരു കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇതുവരെയുള്ള രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിലേക്ക് ഈ അന്വേഷണം എത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. Meet the editors.